അസ്സലാമുഅലൈക്കും. വെൽക്കം ടു shainus.com. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ്, ഓട്സ് ഉപ്പുമാവ്. ഓട്സ് ഉപ്പുമാവ് തയ്യാറാക്കാനായി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ: 1 കപ്പ് മുളപ്പിച്ച ചെറുപയർ, 1/4 കപ്പ് ക്യാബേജ് പൊടിയായി അരിഞ്ഞത്, ക്യാരറ്റ് 1/4 കപ്പ് പൊടിയായി അരിഞ്ഞത്, 1 സവാള പൊടിയായി അരിഞ്ഞത്, മല്ലിയില പൊടിയായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി പച്ചമുളക് ചതച്ചത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഉപ്പുമാവ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഓട്സ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഇതിൻ്റെ കളറ് മാറരുത്, കരിയാതെ നോക്കണം. ഇപ്പോൾ ഓട്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണയൊഴിക്കുക. അതിലേക്ക് സവാള ഇട്ട് വഴറ്റുക. നന്നായിട്ട് വഴറ്റണമെന്നില്ല, ഉപ്പുമാവിൻ്റെ പാകത്തിന് നമുക്കത് വഴറ്റിയെടുക്കുക. അധികം മൂത്ത് പോകേണ്ട ആവശ്യമില്ല. അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഞാൻ എരിവിന് വേണ്ടി 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. ഞാൻ എരിവിന് വേണ്ടിയാണ് ക്രഷ്ഡ് ചില്ലി ചേർക്കുന്നത്. അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചക്കറികൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വെന്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഉപ്പുമാവ് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കടിക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചക്കറികൾ പാകമായാൽ പിന്നെ നമുക്ക് ഓട്സ് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, മിക്സ് ചെയ്ത് കൊടുക്കണം. പച്ചക്കറികളും ഉള്ളിയും എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഓട്സ് നന്നായി നനയുന്ന വിധത്തിൽ, എന്നാൽ മുങ്ങി നിൽക്കുന്ന വിധത്തിലല്ല, നന്നായിട്ട് കുതിരുന്ന വിധത്തിൽ നമ്മൾ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഓട്സിലെല്ലാ ഭാഗത്തും വെള്ളം നനഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ച് സമയം ഇങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്ക് പിന്നീട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ കുറേ വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിങ്ങനെ കുറേശ്ശെയായിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ക്യാപ്സിക്കം പൊടിയായി അരിഞ്ഞത് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അത് ആദ്യം ചേർക്കാതിരുന്നത് അതിൻ്റെ കളറ് മാറാതിരിക്കാനും വെന്ത് പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ക്യാപ്സിക്കം ഞാൻ നേരത്തെ ചേർക്കാതിരുന്നത്. നമ്മൾ ഇപ്പോൾ അത് ചേർത്തിട്ട് ഒന്ന് കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അത് വേവുന്ന സമയത്ത് ഞാനൊരു 2 മുട്ട എടുത്ത് ചിക്കി എടുക്കുന്നുണ്ട്. അതും കൂടെ നമ്മൾ ഈ ഉപ്പുമാവിലോട്ട് ചേർത്ത് കൊടുക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് വിളമ്പാം. ഇനി നമ്മുടെ ഓട്സ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അസ്സലാമുഅലൈക്കും. വെൽക്കം ടു shainus.com. ആദ്യം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ